വളരെയധികം സന്തോഷമുണ്ട്. ബാലകൃഷ്ണൻ മാഷ് പറഞ്ഞു നിർത്തിയത് വെറും വാക്കുകൾ കൊണ്ടല്ല, വല്ലാത്തൊരു അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയ ആ കാലഘട്ടമാണ് ഇവിടെ വരച്ച് കാണിച്ചത്. 100 വർഷം പിന്നിട്ട ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 100 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ഒരു 3 തലമുറ ഇതുവഴി കടന്നുപോയിട്ടുണ്ട്. എത്രയെത്ര അനുഭവങ്ങള്, എത്രയെത്ര കുശുമ്പുകള്, എത്രയെത്ര സ്വപ്നങ്ങള് ഈ കലാലയ മുറ്റത്തിലൂടെ ചിതറിത്തെറിച്ചു പോയിട്ടുണ്ട്. പലരും പിന്നെ ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് പോയി. ഈ കലാലയത്തിൽ നിന്ന് കിട്ടാത്ത പല അറിവുകളും ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര ആഞ്ഞു പിടിച്ചാലും ആ പോയ കാലം നമുക്ക് തിരികെ കിട്ടില്ല. 40 വയസ്സിന് മുകളിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം കണ്ടവരാണ്. നമ്മൾ കണ്ട മഴ ഇന്നത്തെ കുട്ടികൾ കാണുന്നില്ല. നമ്മൾ കൊണ്ട വെയില് ഇന്നത്തെ കുട്ടികളെ പൊള്ളിക്കുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ചെറുതായിരുന്നെങ്കിലും അതില് ഒരു നിസ്വാർത്ഥതയുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളെ വേദനയല്ല അന്ന് 40 വയസ്സിന് മുകളിലുള്ള നമ്മളൊക്കെ കൊണ്ട വേദനകള്. ഇന്നത്തെ ആശങ്ക എന്താണെന്നറിയോ? ഇന്നത്തെ രക്ഷിതാക്കളുടെ ആശങ്ക 2010 വന്ന ഒരു ഇംപ്ലിമെന്റേഷനാണ്. മൊബൈലിന് ഫ്രണ്ട് ക്യാമറ വന്നു. മൊബൈലിന് ഫ്രണ്ട് ക്യാമറ വന്നതോടുകൂടി ലോകത്തിന്റെ സൗന്ദര്യബോധം കൂടി. ഞാൻ ചെയ്യുന്നതൊക്കെ ലോകത്തെ കാണിക്കണമെന്ന് പിഞ്ചു കുഞ്ഞടക്കം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത്. അവരെങ്ങനെ നിയന്ത്രിക്കണം എന്നറിയാത്ത ഒരു പാരന്റ്സ് ആണ്, രക്ഷിതാക്കളാണ് ഞാൻ ഉൾക്കൊള്ളുന്ന മഹാഭൂരിപക്ഷം രക്ഷിതാക്കളും. എങ്ങനെയാണ് കുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുക്കുക? സോഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. വിരുന്നുകാരോട് എങ്ങനെ പെരുമാറണം, വന്നു കയറിയ അതിഥിയോട് എങ്ങനെ പെരുമാറണം, കൂട്ടുകാരോട്, എന്തിന് വീട്ടിൽ പോലും എങ്ങനെ പെരുമാറണം എന്നറിയാത്ത ഒരു മക്കളെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഗതകാലങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലേക്ക് വെറുതെ ഓർത്തുപോകും. നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് ഒരു നനുത്ത നല്ല ഓർമ്മകളുള്ള ഒരു ബാല്യകാലം. ഇനി എത്ര വേഗത്തിൽ തിരികെ നടന്നാലും അക്കാലമൊക്കെയും പോയി മറഞ്ഞു. ഇനി എത്ര വേഗത്തിൽ തിരികെ നടന്നാലും അക്കാലമൊക്കെയും പോയി മറഞ്ഞു. എങ്കിലും അക്കാലം ഇന്നോർമ്മയിലെത്തുമ്പോൾ വെറുതെ കൊതിക്കുന്നുവാ മധുരകാലം, വെറുതെ കൊതിക്കുന്നുവാ മധുരകാലം. ആ ചെറുപ്പകാലമൊക്കെ കൊതിക്കാൻ വേണ്ടിയാണ് ഈ ഇരിക്കുന്ന ഞങ്ങളൊക്കെ ഈ കലാലയ മുറ്റത്തേക്ക്, സരസ്വതി ക്ഷേത്രത്തിലേക്ക് ഒരു ക്ഷണം കെട്ടിയപ്പോ ഓടി വന്നത്. എവിടെയോ നഷ്ടപ്പെട്ടു പോയൊരു വളപ്പൊട്ട് തേടിയാണ് വന്നിരിക്കുന്നത്. ആ നഷ്ടപ്പെട്ടു പോയൊരു സൗഹൃദം തേടിയാണ് പോയത്. പക്ഷേ എല്ലാം യാന്ത്രികതയില് വറ്റി വരണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ തന്നെ മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ എന്തിനാണ് യുദ്ധം? എന്തിനാണ് യുദ്ധം? യുദ്ധം കൊണ്ട് എന്തെങ്കിലും സമാധാനം ലോകത്തുണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സമാധാനം ലോകത്തുണ്ടാവുന്നുണ്ടോ? ഇല്ല. താനാണ് വലുതെന്ന കാട്ടുചിന്ത മാറ്റിയാൽ കാണാം ലോക നന്മ. ഞാനാണ് വലുത് എന്നുള്ള ചിന്ത ആരെ മനസ്സിൽ വന്നോ അവിടെ സമാധാനം കിട്ടും. നമ്മളെ വീട്ടിൽ ഞാനാണ് വലിയ ആള് എന്ന് എന്റെ ഭാര്യന്റെ മുന്നിൽ നെകളിച്ച് നിന്നാൽ അവിടെ സമാധാനം കഴിഞ്ഞു. വീട്ടിലായാലും നാട്ടിലായാലും പ്രമാണിയായാലും ആരായാലും ശരി, നമ്മളാണ് വലുത് എന്ന് ചിന്ത വന്നാൽ രാജ്യം ഭരിക്കുന്ന രാജാധികാരിക്ക്, രാജാവിന് എല്ലാ സ്വാധീനവുമുണ്ട്. പട്ടാളമുണ്ട്, ആയുധങ്ങളുണ്ട്. ഞാനാണ് വലുത്, എനിക്ക് ഏത് രാജ്യത്തെയും പോയി ആക്രമിക്കാം, തരിപ്പണമാക്കാം എന്നുള്ള ചിന്ത വന്നപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. പശ്ചിമേഷ്യയിൽ ആകാശത്തിലൂടെ പാറിപ്പോകുന്ന മിസൈലിന്റെ വെളിച്ചം നമ്മുടെ അടുക്കളയിലും വന്നു. ഗ്യാസ് കിട്ടാനില്ല, ചായക്ക് വില കൂടി, നമ്മളും അനുഭവിച്ചില്ലേ? എവിടെ നിൽക്കും ഇത്? ഓരോ യുദ്ധം തുടങ്ങുമ്പോഴും ഓർക്കണേ,
ഓരോ യുദ്ധം തുടങ്ങുമ്പോഴും ആദ്യത്തെ ബോംബ് പോയി പതിക്കുന്നത് സത്യത്തിന്റെ മുകളിലായിരിക്കും. സത്യമില്ല. പിന്നെ യുദ്ധവാർത്ത വായിക്കുന്ന അവതാരകന്റെ മിടുക്ക് പോലെയാണ് നമ്മൾ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. ഓരോ യുദ്ധത്തിലും ആദ്യമുണ്ടാകുന്നത് കുഞ്ഞു കുഞ്ഞു കബറുകളായിരിക്കും, കുഞ്ഞു കുഞ്ഞു സെമിത്തേരികളായിരിക്കും. ഇക്കഴിഞ്ഞ തെഹ്റാൻ യുദ്ധത്തിൽ തന്നെ 95 കുഞ്ഞു കബറുകളാണ്, നിഷ്കളങ്കരായ കുട്ടികളാണ് കൊല്ലപ്പെടുന്നത്. എന്തിനു വേണ്ടി? താനാണ് വലുത് എന്നുള്ള ഒരൊറ്റ ചിന്ത. ഓരോ യുദ്ധവും രാജാക്കന്മാരുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കാനാണ്. ഓരോ യുദ്ധവും രാജാക്കന്മാരുടെ ഈഗോ നിലനിർത്താനാണ്. ഞാനാണ് വലുത്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്ന ഒരു സംവിധാനം പഴയ പ്രമാണിത്വത്തിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരവസ്ഥ വന്നാൽ കൂട്ടരെ സമാധാനം കെട്ടുപോകും. അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങള് പക്ഷികളുടെ ചിലമ്പൊലി ശബ്ദം കേട്ട് ഉണരുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഇപ്പൊ നമുക്ക് രാത്രികളേയില്ല. രാത്രികളെയൊക്കെ നമ്മൾ പകലാക്കി മാറ്റുന്നു. ദീപാരാധന വെച്ച്, ദീപം നാമം ജപിച്ച്, വെളിച്ചം വെച്ച്, ദീപം വെളിച്ച് കാണിച്ച് രാത്രിയെ സ്വീകരിച്ചിരുന്ന കാലം. മഗ്‌രിബ് ബാങ്കിന്റെ ബാങ്കൊലിക്ക് പ്രത്യുവാക്കു ചൊല്ലിയിരുന്ന ചുണ്ടുകൾ ഒക്കെ അസ്തമിച്ചു പോയി. സൂര്യാസ്തമയത്തോടുകൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു എൻസൈമാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിൻ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കത്തിലേക്ക് നയിക്കുകയാണ്. ആ രാത്രിയാണ് നമ്മൾ മൊബൈല് കൊണ്ടും നമ്മൾ വെളിച്ചം കൊണ്ടും ഇല്ലാതെയാണ്. 10, 11, 12 മണിക്കാണ് ഈ പുതുതലമുറ രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നത്. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾക്ക് നല്ലത്. കുട്ടികളല്ല മാറേണ്ടത്, നമ്മൾ മാറണം. എത്ര തവണയാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത്? പുതിയ കണക്ക് പ്രകാരം 5 വയസ്സിന്റെയും 20 വയസ്സിന്റെയും ഇടയിലുള്ള 40% കുട്ടികളും അഡിക്റ്റഡാണ്, മൊബൈലിന് അഡിക്റ്റഡാണ്. നമ്മള് ചിരിക്കണ്ട, നമ്മളും അഡിക്റ്റഡാണ്. എങ്ങനെയാണ് മനസ്സിലാകുന്നത്? മൊബൈലിന് മദ്യം പോലെ, ഡ്രഗ്സ് പോലെ അഡിക്റ്റഡാണ് മൊബൈലിന് എന്നറിയാൻ ചില ട്രിക്കുകളുണ്ട്. അതായത് നമ്മൾ എപ്പ ഫ്രീ ആയോ അപ്പൊ നമ്മൾ മൊബൈൽ വന്ന് നോക്കുന്നുണ്ടോ, ബാത്റൂമിൽ നിന്ന് വന്നു മൊബൈൽ നോക്കുന്നുണ്ടോ, ഉറക്കത്തിൽ നിന്ന് എണീറ്റു നോക്കുന്നുണ്ടോ, അടുക്കളയിൽ ഭാര്യ ഉണ്ടോ ഉമ്മ ഉണ്ടോ എന്നല്ല, എന്റെ മൊബൈൽ ഉണ്ടോ എന്നാ നോക്കണത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണം, നമുക്ക് എന്തോ ഒരു അഡിക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇത് സ്വഭാവത്തെ മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊരു പരിമിതി വെക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതം തന്നെ നമ്മൾക്കൊരു പാഠമാണ്. ഒരുപാട് കാലമൊന്നും നമ്മൾക്കിവിടെ കിട്ടുന്നില്ല. ഞാൻ നേരത്തെ ബാലകൃഷ്ണമാഷ് പറഞ്ഞ അവിടെ അതേ വാക്ക് തന്നെയാണ് പറയുന്നത്. കാലം കുറച്ചുള്ളൂ. ആകെ 10, 60, 70 വയസ്സ്. ഇതിന്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു ജോലി വേണം, ഒരു വീട് വേണം, ഒരു കല്യാണം നടണം. കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ പാഠ്യ പദ്ധതിയാണ്. ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും ഒരു പ്ലാനും ഇല്ലാതെയാണ് കുടുംബജീവിതത്തിലേക്ക് വന്നിക്കണേ. ആരൊക്കെ 28 വയസ്സായില്ലേ, 25 വയസ്സായില്ലേ, ഇനി ആരെയാണ് നോക്കുന്നത്? മറ്റവളെ കെട്ടിച്ചില്ലേ, ഇവളെ കെട്ടിച്ചില്ലേ എന്ന ഈ ഒരൊറ്റ വിചാരം കൊണ്ടാണ് കല്യാണം കൊണ്ട് നമ്മളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ കല്യാണം എന്നുള്ളത് ഒരു പ്ലാൻ ചെയ്ത് പഠിച്ചിട്ട് ആണ് വരുന്നെങ്കിൽ അതിന്റെ മനോഹാരിത ഒരു വല്ലാത്തൊരു മനോഹാരിതയാണ്. ഏതായിരുന്നാലും ഈ ഒരു പൂന്താവനത്തെ AMLP സ്കൂളിലൂടെ കടന്നുപോയ ഇവിടുത്തെ ബെഞ്ചുകളോട്, ഇവിടുത്തെ പരിസരങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന ഈ കലാലയ മുറ്റത്ത് ഒരു ചെറിയ ഒരു കവിത ഞാൻ ആലപിക്കുകയാണ്. കവിതയുടെ പേര് കാഞ്ചി. വേണ്ട വേണ്ട നമുക്കു വേണ്ട യുദ്ധവും പകയും ഇവിടെ വേണ്ട. വേണ്ട വേണ്ട നമുക്കു വേണ്ട യുദ്ധവും പകയും ഇവിടെ വേണ്ട. ജീവിതമിത്തിരി നേരമല്ലേ സ്നേഹിച്ചു തീർക്കുവാൻ പോലുമില്ല. ഒന്ന് ജീവിച്ച് തീർക്കാൻ പോലും കൂട്ടരേ ജീവിതമല്ല. ഒരു സ്നേഹത്തോടെ കിട്ടിയ എല്ലാ കടങ്ങളും തീർത്ത ഒരു വീട്ടിൽ സമാധാനമായിട്ടൊന്ന് ഇരിക്കാൻ പോലും കാലമല്ല. അപ്പോഴേക്കും വന്നു ഒരു ടെസ്റ്റ്, ഒരു പെയിന്, ഒരു വേദന. കഴിഞ്ഞില്ലേ?
അപ്പൊ കുറച്ച് കാലമുള്ളൂ നമ്മളെ ജീവിതം. എല്ലാവർക്കുമുള്ള ഒരു ലോകമല്ലേ, വെട്ടിപ്പിടിച്ചിട്ടെന്തു കാര്യം? എല്ലാവർക്കുമുള്ള ഒരു ലോകമല്ലേ, വെട്ടിപ്പിടിച്ചിട്ടെന്തു കാര്യം? ഉള്ളറിഞ്ഞൊന്ന് കൈകൊടുത്താൽ തീരാത്തതായൊരു കലഹമുണ്ടോ? ഒന്ന് കൈ കൊടുത്താൽ, ഒന്ന് ചിരിച്ചാ തീരുന്ന പ്രശ്നമുള്ളൂ ഈ ലോകത്ത്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ഈഗോ, ഞാൻ എന്തിനു കുറഞ്ഞു കൊടുക്കണം, ഞാൻ എന്തിനു ഓൾക്ക് കുറഞ്ഞു കൊടുക്കണം, എന്താപ്പോ എനിക്ക് കമ്മി, ഈ വിചാരം വന്നാൽ അവിടെ പ്രശ്നം തന്നെയാണ്. അവിടെ പിന്നെ എന്നും കാർമേഘം തന്നെയാണ്. അതുകൊണ്ട് എക്കാലമൊക്കെയും മടക്കി വാഴാൻ കിട്ടില്ല ജന്മം അതിനു മാത്രം. ഒരുപാട് കാലം അടക്കി ഭരിക്കാന്ന് വെറുതെ വിചാരിക്കാണ്, അതിനൊന്നും കാലം കിട്ടൂല. കരിമേഘമൊക്കെയും പെയ്തു തീർന്നാൽ തെളിയാത്തതായൊരു മാനമുണ്ടോ? ഈ പ്രശ്നമൊക്കെ തീർന്നാൽ, ഇപ്പൊ നമ്മളെ വീട്ടിലാദ്യം ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ എന്ത് രസമായിരിക്കും. എന്നാൽ ഓർക്കണം, ഈ അധികാരത്തിന്റെ ഏറ്റവും വലിയ കപ്പാസിറ്റി ഉള്ള അമേരിക്കയെ പോലുള്ളവരോടാണ് നമ്മൾ പറയുന്നത്, ഒന്ന് ഓർത്താൽ നല്ല. ആ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക്, ആ കൊല്ലപ്പെടുന്ന രാജ്യത്തിന്, എല്ലാം നഷ്ടപ്പെടുന്ന രാജ്യത്തിന് അവരനെ കുറിച്ചൊന്നോർത്തു നോക്കൂ. കുഞ്ഞു കിടാവുകൾ സ്വപ്നങ്ങളായി മോഹങ്ങളായിരം അവനുമില്ലേ. എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ? ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് ഒരു കാർ ഓടിക്കാന്, ഒരു ബൈക്ക് ഓടിക്കാന്, പഠിക്കാന് അവസരങ്ങള്, ഉല്ലാസയാത്രകള്, എല്ലാ ആഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ വകവെച്ചു കൊടുക്കുക. ഈ ലോകം നമ്മൾ കിട്ടിയതുപോലെ തന്നെ, ഈ മാഞ്ചുവട് നമുക്ക് കിട്ടിയതുപോലെ തന്നെ ഇത് നമ്മൾ വരും തലമുറക്ക് കൈമാറ്റം ചെയ്യാനൊരു മഹാമനസ്കത. അതാണ് വിദ്യാഭ്യാസത്തിന്റെ, അതാണ് സ്കൂൾ പഠനത്തിന്റെ, അതാണ് സഹവർത്തിത്വത്തിന്റെ, അതാണ് കൂട്ടായ്മയുടെ ഒരുമയുടെ അടിസ്ഥാനം. നമ്മളിത് പങ്കുവെക്കുക. ഒന്നും വെട്ടിപ്പിടിക്കണ്ട, ഒന്നും നശിപ്പിക്കണ്ട. ഒരു എണ്ണപ്പാടം കത്തുക എന്ന് പറഞ്ഞാൽ കൂട്ടരെ നാച്ചുറൽ റിസോഴ്സാണ്. നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടാൽ ഈ പച്ചപ്പൊക്കെ വറ്റി വരണ്ട ഭൂമിയായി ആർക്കും വേണ്ടാതെയാവും. അപ്പൊ കൂട്ട നിലവിളി നടത്തിയിട്ട് കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഫ്സൽ ഭായിയെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഇത്ര ഗംഭീരമായി ഇതിലൂടെ സംഘടിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ ഇന്നോ ഇന്നലെയൊന്നും ആവില്ല, ഒരുപാട് ചർച്ചകള്, ഇരുത്തങ്ങള് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതിന്റെ അധ്യാപകര്, പൂർവ്വ വിദ്യാർത്ഥികളെ നെടുന്തൂണുകളാണ് അവര്. അതേപോലെ മുൻകാല അധ്യാപകര്, ഈ നാട്ടുകാര് എല്ലാവരും ഒന്ന് കൂട്ടിയിരിക്കുക. ഇങ്ങനെ ഒന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാലത്ത് ഏറ്റവും നല്ല ഒരു സൗഭാഗ്യമാണ്. ഈ ഇരുത്തം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാവരും 45 ഡിഗ്രി തലചരിച്ച് അവനവന്റെ മൊബൈലിലേക്ക് ഊളിട്ട് പോകുന്ന ഒരു വലിയ ഒരു മാറ്റപ്പെടാൻ പറ്റാത്ത വിധമുള്ള ഒരു കാലത്തിലേക്കാണ്. പക്ഷേ അത് നമ്മൾ ചിന്തിക്കണം. അത്തരം അഡിക്ഷന് അതൊരു വലിയ ടോപ്പിക്കാണ്. അതിനൊക്കെ നമ്മൾ ഗഹനമായി ചിന്തിച്ച് നമ്മളിലൊരു മാറ്റം വരുത്തുക. നമുക്ക് നമ്മളെ മക്കളെ മാറ്റാനോ നമ്മളെ അച്ഛനെ മാറ്റാനോ ഒന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ഒരാളെ മാറ്റാൻ പറ്റും, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അർത്ഥത്തിലും ഈ മഹത് പരിപാടി അതിന്റെ എല്ലാ അർത്ഥത്തിലും ഈ പൂന്താവന ഉത്സവം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.